ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മോരുകറിയാണ്. അത് ഇച്ചിരി വ്യത്യാസത്തിലുള്ള ഒരു മോരുകറിയാണ്. നമ്മൾ കപ്പളങ്ങയും വെള്ളരിക്കായും ഒക്കെ ഇട്ട് മോരുകറി വെക്കത്തില്ലേ, അതിന് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കും. ഇത് നമ്മൾ തക്കാളി ഇട്ട് ഉള്ള മോരുകറിയാണ്. അതിന് നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുന്നില്ല. തേങ്ങ അരച്ച് ചേർക്കാതെ തക്കാളി വെച്ചൊരു മോര്, നല്ലൊരു പുളിയൊക്കെ ഇപ്പം കിട്ടും, നല്ലൊരു ടേസ്റ്റാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. തക്കാളി മോരുകറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമ്മൾ 2 നല്ല പഴുത്ത തക്കാളി എടുത്തു. അതൊരു കുക്കറിലോട്ട് ഇട്ടു. കുക്കറിൽ എണ്ണയൊന്നുമില്ല, വെറുതെ കുക്കറിലോട്ട് 2 പഴുത്ത തക്കാളി, 2 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, അത് നമുക്കിട്ട് കൊടുക്കാം. ഉപ്പ്, ഒരു 1/2 ഗ്ലാസ് വെള്ളവും തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് 2 വിസിൽ വരെ നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്കിതിലോട്ട് നല്ല തൈര് നമ്മൾ കലക്കി ഒഴിക്കും. നമ്മൾ ഈ കറി തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല. ഇനി ഒരു 5 വലിയ സ്പൂൺ തൈര്. തൈര് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഒരുപാട് അടിക്കില്ല, അപ്പോൾ മോര് പോലെ ആകും. നമുക്ക് മോര് പോലെ അല്ല വേണ്ടത്, ഇച്ചിരി കുറുകിയത് തന്നെ. ഒന്ന് മിക്സി വെച്ച് അതിൻ്റെ ആ കട്ടയൊന്ന് ഉടച്ചെടുക്കാം. 2 വിസിലടിച്ച് നമ്മുടെ കുക്കറിൻ്റെ എയറൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. തക്കാളിക്കൊക്കെ ഇപ്പം നല്ല വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തവിയുടെ ഇത് വെച്ച് ബാക്ക് സൈഡ് വെച്ച് അത് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവേ. വെച്ച് തൈരാണ്, നമുക്ക് ആ തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഇപ്പോൾ ഓഫാണേ. ഇനി നമ്മൾ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു. ഇതിനി നമ്മൾ തിളപ്പിക്കല്ലേ, നന്നായിട്ട് ചൂടായി ഒരു തിള വരുന്ന പാകമാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യണേ. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ്. മോരുകറി ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് 1/4 സ്പൂൺ ഉലുവ, 3 ചെറിയ ഉള്ളി വട്ടത്തിൽ കട്ട് ചെയ്തത്, മോരിപ്പം ചെറുതായിട്ട് ചൂടായി ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് 2 വറ്റൻമുളകും കറിവേപ്പിലയും. ഉള്ളിയൊക്കെ ഇപ്പം നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് മോരിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മോരുകറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഇല്ലാത്ത മോരുകറി. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്തു നോക്കാം.